കമ്പനിയുടെ പാക്കിംഗിലെ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം RCCക്ക് നൽകിയ മരുന്ന് മാറിയതിൽ നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിക്കെതിരെ കേസെടുത്തു. കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് ശ്വാസകോശ ക്യാൻസർ ബാധിതർക്കുള്ള കീമോതെറാപ്പി ഗുളികകളാണ് മാറി നൽകിയത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഗുരുതരമായൊരു പിഴവാണ് ഇത്. ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നതാണ് എന്നതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർക്കെതിരെ ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം ഇത് എത്ര രോഗികൾക്ക് നൽകിയിട്ടുണ്ട്, എത്ര രോഗികൾ ഇത് കഴിച്ചിട്ടുണ്ട്, അതിന്റെ പ്രത്യാഘാതം എന്താണ്, ഡോക്ടേഴ്സ് വ്യക്തമാക്കിയതും എന്താണ്? അനുജ, തീർച്ചയായും ഇത് കമ്പനിക്ക് വന്ന പിഴവാണ്. ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിയാണ് ഈ പിഴവ് വരുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് ശ്വാസകോശ ക്യാൻസർ ബാധിതർക്കുള്ള കീമോതെറാപ്പി ഗുളികകൾ മാറി നൽകേണ്ട സാഹചര്യം വന്നു. ഇങ്ങനെ ഈ മരുന്നിൻ്റെ പാക്കിങ്ങിൽ വന്ന പിഴവിനെ തുടർന്ന് കമ്പനിക്കാണ് ഈ മരുന്നിൻ്റെ പാക്കിങ്ങിൽ പിഴവുണ്ടായത്. ടെമോസോളോമൈഡ് 100 എന്ന ഗുളികയുടെ പാക്കിങ്ങിലാണ് പിഴവ് സംഭവിച്ചത്. ടെമോസോളോമൈഡ് 100 എന്ന പേരുള്ള പേപ്പർ ബോക്സിൽ എറ്റോപോസൈഡ് 50 എന്ന ഗുളികയുടെ കുപ്പി വെക്കുകയായിരുന്നു. കുപ്പിക്ക് പുറത്തും എറ്റോപോസൈഡ് 50 എന്ന പേരായിരുന്നു. 2130 കുപ്പികൾ, അത്തരത്തിലുള്ള കുപ്പികളിൽ 2225 കുപ്പികളും വിതരണം ചെയ്ത ശേഷമാണ് ഈ പിഴവ് കണ്ടുപിടിച്ചത്. അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഈ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. RCC ജീവനക്കാർ തന്നെയാണ് ഈ പിഴവ് കണ്ടുപിടിച്ച് RCC അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് RCC അധികൃതർ പ്രാഥമിക അന്വേഷണം നടത്തി ഈ കമ്പനിക്കെതിരെ നടപടി, അതായത് വിലക്ക് പട്ടികയിൽ ഈ കമ്പനിയെ, ഗ്ലോബല ഫാർമ എന്ന കമ്പനിയെ വിലക്ക് പട്ടികയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ തലച്ചോറിന് നൽകുന്ന മരുന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ടെമോസോളോമൈഡ് 100 എന്ന മരുന്ന്. തലച്ചോറിലെ ക്യാൻസറിന് നൽകുന്ന മരുന്നാണ്. ശ്വാസകോശ ക്യാൻസറിനും വൃഷത്തെ ബാധിക്കുന്ന ക്യാൻസറിനുമുള്ള കീമോതെറാപ്പി ഗുളികയാണ് ഈ എറ്റോപോസൈഡ് 50 എന്ന ഗുളിക. ഇത് രോഗികൾ കഴിച്ചിട്ടുണ്ട്. അതായത് അവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളും പുറത്തുനിന്ന് ചികിത്സയ്ക്കായി എത്തുന്ന നിരവധി രോഗികളും ഇത്തരത്തിൽ ഗുളിക കഴിച്ചിട്ടുണ്ട്. പക്ഷേ RCC നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ പിഴവിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഈ കമ്പനിക്കെതിരെ, അതായത് ഗ്ലോബല ഫാർമ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മുന്നോട്ട് പോകും. കോടതിയിൽ ഈ തൊണ്ടി മുതലും പ്രാഥമിക റിപ്പോർട്ടും ഇപ്പോൾ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം കൂടി നടത്താൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.